ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങൾ സമൃദ്ധമായി ഉണ്ടാകട്ടെ. കോടാനുകൂടി മനുഷ്യർ അനുദിനം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചിലരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. എന്നാൽ ഒരുപാട് പേരോട് ദൈവം കാത്തിരിക്കാൻ പറയുന്നു. ക്ഷമയോടെ അവർ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ അതിലുമേറെ പേരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നതാണ് സത്യം. ഒരുപാട് പേർ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുടെ പേരിൽ നിരാശരാണ്. എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്? സങ്കീർത്തകൻ്റെ സങ്കടം 10-ാം അധ്യായം 1-ാം വാക്യം. കർത്താവ്, എന്തുകൊണ്ടാണ് അങ്ങ് അകന്നിരിക്കുന്നത്? എൻ്റെ കഷ്ടകാലത്ത് എന്തുകൊണ്ട് അങ്ങ് മറഞ്ഞു നിൽക്കുന്നത്? ഇത് സങ്കീർത്തകൻ്റെ സങ്കടം മാത്രമല്ല, ഒരുപാട് മനുഷ്യരുടെ സങ്കടമാണ്. അതെ, പലരുടെയും പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല. ഒരമ്മയുടെ മകൻ മദ്യപാനിയ, ജീവിത പങ്കാളി ജോലി സ്ഥലത്ത് ഒരു ആക്സിഡൻറ്റിൽ കാല് തളർന്നുപോയി. ഇപ്പോൾ കേൾക്കുകയാണ്, ആ മദ്യപാനിയായ മകൻ മയക്കുമരുന്ന് പിടിക്കപ്പെട്ട് ജയിലിലായെന്ന്. ഈ അമ്മ തോരാത്ത കണ്ണുനീരുമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തേ ഈ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്? ധൃതി ഒരു കുർബാനയ്ക്ക് പോകുമ്പോൾ വഴിമധ്യേ തടസ്സം നിന്നുകൊണ്ട് ഒരു വൃദ്ധനായ ചേട്ടൻ എന്നോട് പറഞ്ഞു, എന്നെ ഒരു വൃദ്ധസദനത്തിലാക്കി തരുമോ? വീട്ടിൽ നിന്ന് എൻ്റെ മകൻ എന്നെ അടിച്ച് പുറത്താക്കി. അവൻ എന്നെ വേണ്ട. അവൻ്റെ ജീവിത പങ്കാളി എനിക്ക് ഭക്ഷണം നൽകിയിട്ട് ദിവസങ്ങളായി. പേരക്കുട്ടിയെപ്പോലും താലോലിക്കാൻ എനിക്ക് അവസരമില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മകൻ്റെയും മരുമകൻ്റെയും മാനസാന്തരത്തിന് വേണ്ടി. പക്ഷേ എന്തേ ദൈവം കേൾക്കാത്തത്? ഒരമ്മ ഒരു കൈക്കുഞ്ഞുമായിട്ട് വന്നിട്ട് പറഞ്ഞു, വിവാഹം കഴിച്ചിട്ട് വെറും 3 വർഷമേ ആയിട്ടുള്ളൂ. നല്ല സീതനം കൊടുത്ത് കെട്ടിയതാ. അത് മുഴുവനും ഭർത്താവ് ദൂർത്തടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അറിയുക മറ്റൊരു ബന്ധം കൂടി ഭർത്താവിനുണ്ടെന്ന്. എന്തേ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ഒരു സഹോദരന് ക്യാൻസർ രോഗമായിരുന്നു. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. 2.5 വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അവൻ്റെ രോഗം മൂർച്ഛിച്ചു. അവൻ മരിച്ചു. എന്തുകൊണ്ടാണ് എൻ്റെയും അവൻ്റെയും പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോയത്? മറ്റൊരു ചെറുപ്പക്കാരൻ തീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ്റെ ജഡിക വാസനയിൽ നിന്ന് മുക്തി കിട്ടുവാൻ വേണ്ടി മനസ്തപിച്ചുകൊണ്ട് കുമ്പസാരിക്കുന്നുണ്ട്. എന്നിട്ടും സാഹചര്യങ്ങൾ മോശമാകുന്ന അവൻ വീണു പോകുന്നു. അതെ, നിരവധി പേരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്തുകൊണ്ട്? വ്യക്തിപരമായൊരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. വിഷയത്തിലായിരുന്നു ഞാൻ. അപ്പോൾ വീട്ടിൽ നിന്നൊരു കോള് വന്നു. എൻ്റെ അപ്പച്ചൻ കരൾ സംബന്ധമായി ഒരു രോഗം ബാധിച്ച് മെഡിക്കൽ ട്രസ്റ്റിലാണെന്ന്. പ്രാർത്ഥിച്ചൊരുപാട്. അന്ന് രാത്രി കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ മെഡിക്കൽ ട്രസ്റ്റിൽ ചെന്നു. ICUയിൽ കിടക്കുന്ന അപ്പച്ചൻ്റെ അടുത്ത് വെച്ച് തീവ്രമായ ഭക്തിയോട് വിശ്വാസത്തോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, നിനക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട ജീവിതമാണ് എൻ്റേത്. എൻ്റെ ഒരു കൊച്ചു പ്രാർത്ഥനയാണ്. ഈ നോവിഷ്യേറ്റ് പൂർത്തിയാകുമ്പോൾ പ്രഥമവൃത വാഗ്ദാനം സ്വീകരിക്കുമ്പോൾ എന്നോടൊപ്പം എൻ്റെ അപ്പനുണ്ടാകണം. ജീവിതത്തിലേക്ക് തിരികെ തരണം. ആ ICUയിൽ എൻ്റെ കണ്ണുനീര് വീണിട്ടുണ്ട്. അന്നേ ദിവസം തന്നെ നോവിഷ്യേറ്റിലേക്ക് തിരിച്ചു പോയി. എന്നാൽ രാത്രി വീണ്ടും ഫോൺ വന്നു, എൻ്റെ അപ്പച്ചൻ മരിച്ചുവെന്ന്. സത്യമായിട്ടും ഉള്ളു കലങ്ങിപ്പോയ ഒരു രാത്രിയായിരുന്നെന്ന്. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്ന സങ്കടത്തോടെ ബൈബിൾ തുറന്നപ്പോഴാണ് ആശ്വാസകരമായൊരു ഉത്തരം എനിക്ക് കിട്ടിയത്. അത് മറ്റൊന്നുമല്ല, എൻ്റെ മാത്രം പ്രാർത്ഥനയല്ല ദൈവം കേൾക്കാത്തത്. ദൈവത്തിൻ്റെ പ്രിയങ്കരായ പല വ്യക്തികളുടെയും പ്രാർത്ഥന ദൈവം തിരസ്കരിച്ചിട്ടുണ്ട് എന്ന സത്യം മനസ്സിലാക്കിയ രാത്രിയായിരുന്നു അത്. അതെ, ചില നേരങ്ങളിൽ ദൈവം പ്രാർത്ഥന തിരസ്കരിക്കും. കാരണം നിസ്സഹായതയുടെ അവസ്ഥയിൽ ദൈവത്തിൻ്റെ ശക്തി കൂടുതൽ പ്രകടമാകും. ഒന്നോർത്ത് നോക്കുക, മോശ എന്ന മനുഷ്യൻ, അവനാണ് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ 40 വർഷം വഴി നടിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോയത്. ആ ജനത്തെ മുഴുവൻ ആ വാഗ്ദത്ത ഭൂമിയിൽ അവൻ എത്തിച്ചു. പക്ഷേ അവൻ്റെ സ്വപ്നം മാത്രം പൂവണിഞ്ഞില്ല. അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാൻ.
എന്നാൽ അവന് മാത്രം ദൈവം അവസരം കൊടുത്തില്ല. അവൻ്റെ പ്രാർത്ഥന മുമ്പിൽ ദൈവം കണ്ണടച്ചു കളഞ്ഞു. മോശയുടെ പ്രാർത്ഥന മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലൻ പൗലോസിൻ്റെ പോലും പ്രാർത്ഥന ദൈവം കേൾക്കാതിരുന്നിട്ടുണ്ട്. വായിക്കണം. പൗലോസ് എഴുതിയ ലേഖനം, കൊറിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം. അത് പൗലോസ് ദൈവത്തോട് സങ്കടപ്പെടുന്നുണ്ട് 3 വട്ടം. ദൈവമേ, എൻ്റെ ശരീരത്തിൽ നിന്നും ഈ മുള്ളെടുത്ത് മാറ്റണമേ എന്ന്. ആ മുള്ള് പലതുമാകാം, രോഗമാകാം, വിക്കാകാം, ബലഹീനതയാകാം. അവൻ്റെ ആഗ്രഹമായിരുന്നു ദൈവം അതെടുത്ത് മാറ്റണമേ എന്ന്. എന്നാൽ 3 വട്ടവും പ്രാർത്ഥിച്ചിട്ടും ദൈവം ആ പ്രാർത്ഥന കേട്ടില്ല. ഈ പൗലോസ് അപ്പോസ്തലൻ ആരാ? ഏതൊരു മനുഷ്യനും ഒരിക്കലും സാധ്യമാകാത്ത വിധം സ്വർഗത്തിൻ്റെ മഹോന്നത ആനന്ദം അനുഭവിച്ചവനാ. യേശുവിൻ്റെ വിശ്വാസം യൂറോപ്പിൻ്റെ അതിർത്തിയോളം എത്തിക്കാൻ മാത്രം തീഷ്ണതയോടെ അലഞ്ഞവനാ. പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് ലേഖനം എഴുതിയവനാ. നിരന്തരം പ്രാർത്ഥിച്ചവനാ. ദൈവത്തിൻ്റെ കനലിൽ ജീവിച്ചവനാ. എന്നിട്ട് പോലും അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. അതെ, ഒരുപാട് പേരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെ. എന്തുകൊണ്ടാണ്? പ്രാർത്ഥന കേൾക്കുന്ന അവസ്ഥയിലായിരിക്കില്ല, ആ ബലഹീനതയുടെ അവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ ദൈവത്തിൻ്റെ ശക്തി കൂടുതൽ പ്രകടമാകുക. അന്നോർത്ത് നോക്കുക, ദൈവത്തിൻ്റെ പ്രിയപുത്രൻ യേശു ഗസ്തമനിയിൽ അവൻ പ്രാർത്ഥിക്കുന്നില്ലേ? രക്തം വിയർത്ത് അവൻ പ്രാർത്ഥിച്ചത്. ശിഷ്യന്മാരൊക്കെ തളർന്നുറങ്ങിയപ്പോൾ ഉണർവോടെ അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ പാനപാത്രം എടുത്ത് മാറ്റണമേ എന്ന്. ആ മകൻ്റെ പ്രാർത്ഥന പോലും ദൈവം കേട്ടില്ല. കേട്ടിരുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് ആര് മോചനം തരുമായിരുന്നു? കേൾക്കപ്പെടാത്ത പ്രാർത്ഥന കൊണ്ട് ക്രിസ്തു ആ സഹനങ്ങളുടെ കാശെടുക്കാൻ തയ്യാറായത്, അതുമായിട്ട് കാൽവരിയിലേക്ക് പോയത്, കുരിശിൽ പിടഞ്ഞു മരിച്ചത്. അങ്ങനെ നമ്മുടെ പാപങ്ങൾക്ക് മുക്തി ഉണ്ടായത്. ചില പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതിരിക്കണം, അത് അനേകരുടെ മുക്തിക്കുള്ള ദൈവത്തിൻ്റെ രക്ഷയുടെ വഴിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. കുറേ കൂടി നന്മ നമ്മൾ രൂപപ്പെടുന്നത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുടെ സഹനങ്ങളുടെ വേളയാണ്. ഓർക്കുക, ഒരു കർഷകൻ, അദ്ദേഹം എന്നും പ്രാർത്ഥിക്കും, മഴ വരണമേ, വെയിൽ വരണമേ. പക്ഷേ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാറില്ല. വിത്ത് പാകിയാൽ മഴയ്ക്ക് വേണ്ടി കൊതിക്കുമ്പോൾ വെയിൽ മാത്രം, വെയിലിന് വേണ്ടി ആശിക്കുമ്പോൾ നല്ല മഴ മാത്രം. അവന് നിരാശയായി. ഒരിക്കൽ അവൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഒരിക്കലെങ്കിലും എൻ്റെ പ്രാർത്ഥന നീ കേൾക്ക്, ഞാൻ നല്ല ഫലം നിനക്കായിട്ട് കാഴ്ചവെക്കാം. ഇത് കഥയാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ദൈവം ആ പ്രാർത്ഥന കേൾക്കാൻ തയ്യാറായി. 1 വർഷം നീ പ്രാർത്ഥിക്കുന്നത് എന്ത് ഞാൻ കേൾക്കുമെന്ന് ദൈവം പറഞ്ഞു. അവന് സന്തോഷമായി. ആ വർഷം അവൻ വിത്ത് വയലിൽ പാകിയിട്ട് പ്രാർത്ഥിച്ചു, മഴ വരണമേ. പറയുന്ന സമയത്ത് മഴ വീരും. വെയിൽ വരണമേ, വെയിൽ വന്നു. കാറ്റിനെ അകറ്റി നിർത്തണമേ എന്ന് പറയുമ്പോൾ കാറ്റ് അകറ്റി നിർത്തപ്പെട്ടു. അങ്ങനെ അനുകൂലമായ സാഹചര്യങ്ങൾ മാത്രം. വിത്ത് മുളച്ചു, ഗോതമ്പ് വളരാൻ ആരംഭിച്ചു, നല്ല തഴച്ചു വളർന്നു ആൾപ്പൊക്കത്തിൽ. അവനറിയാം ഈ വർഷം ഏറ്റവും സമൃദ്ധമായ ഫലങ്ങൾ ഈ ഗോതമ്പ് ചെടിയിൽ ഉണ്ടാകുമെന്ന്. അവസാന വിളവെടുപ്പിൻ്റെ സമയമായി. അപ്പോൾ അവൻ ഞെട്ടിപ്പോയി. കാരണം ഗോതമ്പൊക്കെയുണ്ട്, പക്ഷെ അതിനുള്ളിൽ വെറും പൊള്ള, വെറും തോട് മാത്രം, ഉള്ളിൽ ഫലങ്ങളില്ല. അനുകൂലമായ എല്ലാ സാഹചര്യവും കിട്ടിയിട്ടും ഈ ഗോതമ്പ് ചെടിയിൽ ഫലമില്ലാതെ ആയപ്പോൾ അവൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം, ഇത് എന്തുകൊണ്ട്? ഞാൻ മഴ ചോദിച്ചപ്പോൾ നീ മഴ നൽകി, വെയിൽ ചോദിച്ചപ്പോൾ വെയിൽ തന്നു, എല്ലാം പരമസുരക്ഷിതമായിരുന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിൽ ആവശ്യത്തിന് ഫലമില്ലാതെ പോയത്? അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഒരു ചെടി വളരാൻ, അതിൽ ഫലം രൂപപ്പെടാൻ എപ്പോഴും അനുകൂലമായ സാഹചര്യമല്ല വേണ്ടത്, പ്രതികൂലതകളും വേണം. അതിനോട് പ്രതിരോധിച്ച ഫലമുണ്ടാകുന്നത്. നീ അനുകൂലം മാത്രം ചോദിച്ചു. സത്യത്തിൽ ജീവിതമെന്നത് എല്ലാം ചേർന്നതാണ്. അതിൽ നിന്നുണ്ടാകുന്ന നന്മയാ ഫലം. അതേ പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണെങ്കിൽ നാം വിചാരിക്കുന്നുണ്ടോ നമ്മൾ നന്മ കായ്ക്കുമെന്ന്? ഇല്ല. ചില പ്രതികൂല സാഹചര്യങ്ങൾ വേണം. പ്രാർത്ഥന കേൾക്കപ്പെടാത്ത ദുരന്തങ്ങളുടെ നടുവിൽ വിശ്വാസത്തിൻ്റെ കരുത്തിലാണ് നമ്മുടെ ഉള്ളിൽ നന്മ രൂപപ്പെടേണ്ടത്. പലപ്പോഴും മനുഷ്യർക്ക് നിരാശര. ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച് അകന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. ഒരു കുട്ടി നിരന്തരം അവൻ പ്രാർത്ഥിക്കും, ദൈവമേ, ഇന്ന് എനിക്ക് ചോക്ലേറ്റ് കിട്ടണമേ എന്ന്.
ഓരോ ദിവസവും പ്രാർത്ഥിക്കും, പക്ഷെ ദൈവം കേൾക്കുന്നില്ല. 10ാമത്തെ ദിവസം അവൻ പറയുകയാണ്, ദൈവമേ, ഇന്ന് നീ എനിക്ക് ചോക്ലേറ്റ് തന്നില്ല എങ്കിൽ ഞാൻ നിരീശ്വരനാകാൻ പോവുകയാണ്. പല മുതിർന്നവരും ഈ കുട്ടിയെ പോലെ തന്നെയാണ്. ദൈവത്തോട് പ്രാർത്ഥനയിൽ ഇങ്ങനെ വാഗ്വാദത്തിലാണ്. കിട്ടണം, അനുഗ്രഹം വേണം. കിട്ടാതിരിക്കുമ്പോൾ വിശ്വാസം പോലും തള്ളിപ്പറഞ്ഞ് തിരുസഭയിൽ നിന്ന് അകന്നു പോകുന്ന ഒരുപാട് പേരില്ലേ? ക്ഷമയോടെ കാത്തിരിക്കാനുള്ള നന്മ പലർക്കും ഇല്ലാതെ പോകുന്നു. അതെ, കുറച്ച് പേരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. അപൂർവം ചിലർ ക്ഷമയോടെ കാത്തിരിപ്പുണ്ട്. എന്നാൽ അതിനുമെതിരെ പേർ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുടെ പേരിൽ നിരാശരാണ്. ധ്യാന കേന്ദ്രത്തിൽ 1000 പേർ വരുന്നുണ്ട്. അതിൽ 10 പേരുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുമ്പോൾ അതിനെ നാം വാഴ്ത്തി പാടുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഏറെ പേർ നിരാശയോടെ മടങ്ങിപ്പോകുന്നു. എന്നാൽ നമ്മൾ നിരാശരാകരുത്. കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കൃപയെ നാം ധ്യാനിക്കണം. ഒന്നോർത്ത് നോക്കുക, പൗലോസിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. പക്ഷെ അവനോട് ദൈവം പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതി. മുള്ള് അവിടെ ഇരുന്ന് കൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ, ദുഃഖങ്ങൾ, പട്ടിണി, ദാരിദ്ര്യത്തിൻ്റെയൊക്കെ പിന്നിൽ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന കൃപയെ തിരിച്ചറിയാനുള്ള വെളിച്ചം നമുക്ക് വേണം. എന്താണ് കൃപയും അനുഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം? അനുഗ്രഹം താൽക്കാലികമാണ്. എന്ന് ദൈവം നിന്നെ അനുഗ്രഹിച്ചേക്കാം, സമ്പത്ത് നൽകി. പക്ഷേ നാളെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ സമ്പത്ത് നഷ്ടപ്പെട്ട് നിൻ്റെ അനുഗ്രഹം നിനക്ക് കൈമോശം വരാം. നീ മദ്യപാന ശീലമുള്ളവനാണെങ്കിൽ ഒരു ധ്യാനം കൂടി ദൈവം അനുഗ്രഹിച്ചേക്കാം, നിൻ്റെ ആ ദുശ്ശീലം മാറട്ടെ എന്ന്. കുറച്ച് നാൾ കഴിയുമ്പോൾ പൂർവാധികം ശക്തിയോടെ ആ ദുർബലതയിലേക്ക് നീ വീണുപോയേക്കാം. ഇതാണ് അനുഗ്രഹം, താൽക്കാലികമായിട്ട് ലഭിക്കപ്പെടുന്നത് മാത്രം. എന്ന കൃപയെന്ന് വെച്ചാൽ എന്താ? ദൈവവുമായി നിത്യതയോളമുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ അടയാള വാക്ക കൃപ. ആ കൃപയാണ് പൗലോസിന് കിട്ടിയത്. മുള്ളവിടെ ഇരുന്നു കൊള്ളട്ടെ, നിനക്കെൻ്റെ കൃപ മതി. ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കാതിരിക്കുമ്പോൾ നാം ആഗ്രഹിക്കേണ്ട, ദൈവമേ, നിൻ്റെ കൃപ എന്നിൽ വർഷിക്കണമേ എന്ന. പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒന്ന് എടുക്കുക. അമ്മയെക്കുറിച്ച് ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞതെന്താ? കൃപ നിറഞ്ഞവളെ എന്ന. കൃപയുള്ള അമ്മയായിരുന്നു മേരി. എന്നാൽ ആ അമ്മയുടെ ഒരുപാട് പ്രാർത്ഥനകൾ ദൈവം തിരസ്കരിക്കുന്നുണ്ട്. കാരണം അവളുടെ ജീവിതം മുഴുവനും സഹനങ്ങളായിരുന്നു. സ്വന്തം മകന് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി ഒരുപാട് വേദനയുടെ കടന്നുപോയൊരമ്മയായിരുന്നില്ലേ മേരി? അതെ, സ്വന്തം കുഞ്ഞിന് പോലും പിറന്നു വീഴാൻ സത്തത് ഇടം കിട്ടാതെ പോയ സങ്കടത്തിലൂടെ കടന്നുപോയൊരമ്മയാ മേരി. ആ മകൻ ഒരു കുറ്റവാളിയെ കുരിശും വഹിച്ചുകൊണ്ട് കാൽവിലേക്ക് പോകുന്നതും ഈ അമ്മ നോക്കി നിന്നു. പലവട്ടം ഈ മകൻ്റെ ജീവിതത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, ദൈവം കേട്ടില്ല. കാൽവരി പോലും ആ മകൻ്റെ മരണം ഈ അമ്മയ്ക്ക് കാണേണ്ടി വന്നു. പക്ഷേ ഈ അമ്മ മറുത്തൊന്നും പറഞ്ഞില്ല. തൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടാത്തതിൻ്റെ പേരിൽ യാതൊന്നും ദൈവത്തോട് പറയാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. കാരണം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞൊരമ്മയായിരുന്നു മേരി. നമ്മുടെ ജീവിതത്തിലും സങ്കടമുണ്ടാകും, ദുരന്തമുണ്ടാകും, വേദനയുണ്ടാകും. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല എന്ന വിഷമവും ഉണ്ടാകും. ഞാൻ ഓർക്കുകയാണ്, ലിസി എന്നൊരമ്മ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടതാണ്. ഈ അമ്മ ഒരുപാട് വിശ്വാസത്തിൻ്റെ കെട്ടുറപ്പുള്ളൊരു കുടുംബത്തിൽ ജീവിച്ച് വളർന്നതാണ്. 7 മക്കളുണ്ടായിരുന്നു. അതിൽ 6 പേരും പെൺമക്കളാണ്. അതിൽ അവസാനത്തെ മകളാണ് ഈ ലിസി എന്ന അമ്മ. വിശ്വാസത്തിൻ്റെ കരുത്തുണ്ടായിരുന്നത് കൊണ്ട് ഒരിക്കലും തെറ്റായ വഴിയിലൂടെ ഇവർ യാത്ര ചെയ്തില്ല. ഇന്നും പള്ളിയിൽ പോകും. പഠിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ഇടവേള സമയത്ത് പോലും അടുത്തുള്ള ഉണ്ണീശ്വര പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. എന്നും കഴുത്തിൽ ജപമാലയുണ്ട്. സ്വർണ്ണമാല ഉപേക്ഷിച്ചു. ദിവസത്തിൽ ഒരു നേരം എപ്പോഴും ഉപവസിക്കും. ഇവർക്കൊരാഗ്രഹമുണ്ടായിരുന്നു, ടീച്ചറാകണം. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? പഠനവേളയിൽ ചിക്കൻ ബോസ് വന്ന് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് ആ സ്വപ്നം പൂവണിഞ്ഞില്ല. പിന്നീട് എപ്പോഴും ആഗ്രഹിച്ചു ഒരു സിസ്റ്റർ ആകണമെന്ന്. എന്തുകൊണ്ടും അതിനുള്ള ധൈര്യവും കിട്ടിയില്ല. പിന്നെ ആഗ്രഹിച്ചത് നല്ലൊരു കുടുംബിനിയായിട്ട് ജീവിക്കണമെന്നാണ്. അപ്പോഴൊക്കെ ഈ പെൺകുട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ ഭർത്താവ് സൽസ്വഭാവമുള്ളൊരു വ്യക്തിയാകണം. കർമ്മനോ അംഗവൈകല്യമുള്ളവൻ ആരും ആയിക്കൊള്ളട്ടെ, എനിക്ക് പരാതിയില്ല. പക്ഷേ ദൈവവിശ്വാസമുള്ളൊരു ജീവിത പങ്കാളി, അതിനുവേണ്ടിയായിരുന്നു പിന്നെ പ്രാർത്ഥിച്ചത്. TV പോലും കാണില്ലായിരുന്നവർ, തെറ്റിലേക്ക് വീഴാതിരിക്കാൻ നല്ല പുസ്തകങ്ങൾ മാത്രം വായിക്കും. അങ്ങനെ ദൈവത്തോട് അടുത്ത് ജീവിച്ചൊരു പെൺകുട്ടി. ഒടുവിൽ ഗുജറാത്തിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് വിവാഹസമ്മതം വന്നു. എല്ലാവരും പറഞ്ഞു നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന്. ആ വിശ്വാസത്തിൽ വിവാഹം കഴിച്ചു. കർമ്മനായിരുന്നിട്ട് പോലും
അവിടെ വിവാഹിതനായി സ്വന്തം വീട്ടിൽ നിന്നും ഗുജറാത്തിലെ ജോലി സ്ഥലത്തിലേക്ക് ജീവിത പങ്കാളിയൊപ്പം ഈ പെൺകുട്ടി പോവുകയാണ്. പോകുമ്പോൾ സ്വന്തം വസ്ത്രത്തിൻ്റെ മറയിൽ ഒരുപാട് നൊവേന പുസ്തകം ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഈ പെൺകുട്ടി പോയത്. കാരണം എല്ലാ ദിവസവും ചെല്ലാനുള്ള നൊവേന പുസ്തകങ്ങളായിരുന്നത്. എന്നാൽ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് താൻ ആഗ്രഹിച്ചൊരു ഭർത്താവല്ല തൻ്റെ കൂടെയുള്ളതെന്ന തിരിച്ചറിവ് ആ ജീവിത പങ്കാളിക്കുണ്ടായത്. മോശം സ്വഭാവമാണ്. ഭർത്താവില്ലാത്ത സമയത്ത് നൊവേന ചൊല്ലി ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഈ ജീവിത പങ്കാളി പ്രാർത്ഥിക്കും. തിങ്കളാഴ്ച സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ നൊവേന, ചൊവ്വാഴ്ച വിശുദ്ധ അന്തോണിസിൻ്റെ നൊവേന, ബുധനാഴ്ച ഔസേപിതാവിൻ്റെ നൊവേന, വ്യാഴാഴ്ച യുദാ തദേവിസിൻ്റെ നൊവേന, വെള്ളിയാഴ്ച തിരുഹൃദയത്തിൻ്റെ നൊവേന, എന്തിന് ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ നൊവേന. ഒരിക്കലും മുടങ്ങാതെയുള്ള ജപമാലകൾ നിരന്തരം ചെല്ലും. ബന്ധുക്കളൊക്കെ വരുമ്പോൾ ശല്യപ്പെടുത്താതിരിക്കാൻ ബാത്റൂമിൽ പത്തം വിരിച്ചിട്ട് അതിൽ മുട്ടുമെന്നതുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചൊരു ജീവിത പങ്കാളി. എന്നാൽ ഭർത്താവിൻ്റെ ജീവിതത്തിൽ അധികമൊന്നും മാറ്റം വന്നില്ല. പിന്നെ പതിയെ ഭർത്താവ് വെളിപ്പെടുത്തി, എനിക്ക് ജോലി സ്ഥലത്ത് മറ്റൊരു ബന്ധമുണ്ടെന്ന്. ഹൃദയം തകർന്നു പോയി. ഭർത്താവിനെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. ഭർത്താവിൻ്റെ നന്മയ്ക്കും വീണ്ടെടുപ്പിന് വേണ്ടി ഇവർ അനുദിനം പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമാകട്ടെ കേൾക്കുന്നില്ല. അങ്ങനെ ഭർത്താവിന് ഗൾഫിൽ പോകാൻ ഒരു അവസരം കിട്ടി. പാസ്പോർട്ടുമായിട്ടൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന വഴിയിൽ മോഷ്ടിക്കപ്പെട്ട ആ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. തിരിച്ചു വന്ന ഭർത്താവ് പറഞ്ഞു, നീ എൻ്റെ ജീവിതത്തിൽ വന്നതോടു കൂടിയാണ് എനിക്ക് ഈ കഷ്ടകാലം ആരംഭിച്ചത്. ഭാര്യ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. എന്നിട്ടും തളർന്നില്ല. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഭർത്താവാകട്ടെ കൂടുതൽ കഠിനഹൃദയനായി ഈ ജീവിത പങ്കാളിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ജീവിത പങ്കാളി ഞാൻ കാണുന്നത്. എത്രമാത്രം തിക്താനുഭവം നിറഞ്ഞ ജീവിതം പങ്കുവെച്ചിട്ട് ഈ അമ്മ എന്നോട് പറയുകയാണ്, ഞാൻ ആഗ്രഹിച്ച ജീവിതമൊന്നും ദൈവം എനിക്ക് തന്നിട്ടില്ല. പക്ഷെ എനിക്ക് പരിഭവമില്ല. കാരണം ദൈവം ആഗ്രഹിച്ച വഴിയിലൂടെയാണ് ഞാൻ ഇപ്പോഴും യാത്ര ചെയ്യുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന വഴിയല്ലായിരിക്കാം ഇത്, എങ്കിലും ദൈവം ആഗ്രഹിച്ച വഴിയാണ്. ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ട മകൾ തന്നെയാണ് എന്ന് പറഞ്ഞ് ആത്മധൈര്യത്തോടെ പുഞ്ചിരിച്ച് എന്നെ വണങ്ങി അമ്മ പുറത്തേക്ക് നടന്നപ്പോൾ ആ വിശ്വാസത്തിൻ്റെ കരുത്ത് കണ്ട് മനസ്സുകൊണ്ട് ഞാനൊന്ന് കുമ്പിട്ട് പോയി. ചില വ്യക്തികൾ ഇങ്ങനെയാണ്. അവരുടെ ജീവിതത്തിൽ നിരന്തരം ദുരന്തങ്ങളുണ്ടാകും, സങ്കടങ്ങളുണ്ടാകും. പക്ഷേ ദൈവത്തോട് അവർ മറുതലിക്കില്ല. കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുടെ നടുവിലും അവർ ദൈവത്തോട് വിശ്വസ്തത കാത്തു സൂക്ഷിക്കും. എന്നാണ് നമുക്കതിനാവുക? കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുടെ പേരിൽ പലവട്ടം ദൈവത്തിൽ നിന്ന് അകന്നു പോയവരൊക്കെയല്ലേ നമ്മൾ? ഞാൻ ഓർക്കുകയാണ്, പലവട്ടം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ പേരിൽ ദൈവത്തെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അമ്മയുടെ വിശ്വാസത്തിന് മുമ്പിൽ എനിക്ക് കുറേ കൂടി ആത്മധൈര്യം കിട്ടി. എൻ്റെ സങ്കട വേളയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ. ഒരു കവിത ഓർക്കുകയാണ്. കവിതയുടെ ആശയം ഇങ്ങനെയാണ്: ദൈവമേ, ഞാൻ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നാൽ നീ എന്നെ ദുർബലനാക്കി കുറേ കൂടി എളിമയെന്ന പുണ്യം പഠിക്കാൻ. ദൈവം, ഞാൻ സമ്പത്തിന് വേണ്ടി ആഗ്രഹിച്ചു, എന്നാൽ നീ എന്നെ ദരിദ്രനാക്കി വേദനിക്കുന്നവരുടെ വിശപ്പ് മനസ്സിലാക്കാൻ. ദൈവമേ, ഞാൻ ആരോഗ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു, എന്നാൽ നീ എനിക്ക് രോഗം നൽകി ഈ ജീവിതത്തിൻ്റെ നിസ്സാരതയെ ഓർമ്മിക്കാൻ. സത്യം, ഞാൻ ആഗ്രഹിച്ചതൊന്നും ദൈവം എനിക്ക് നൽകിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞ വഴിയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. എൻ്റെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ സത്യത്തിൽ ദൈവത്തിൻ്റെ പ്രിയങ്കരനായ ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റി. ഈ കവിതയല്ലേ സത്യം? ചിലപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ലായിരിക്കാം. കാരണം അവൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യാൻ അവൻ ഒരുക്കുന്നൊരു വഴിയാണ്. നമ്മുടെ ബലഹീനതയിൽ, നിസ്സഹായതയിൽ ദൈവത്തിൻ്റെ ശക്തി കൂടുതൽ പ്രകടമാണ്. ഒന്നോർത്ത് നോക്കുക, ദാവീദ്, അവനും ബത്ശേബയും തമ്മിലുള്ള പാപത്തിൽ നിന്നും ഉണ്ടായൊരു കുഞ്ഞ്. ആ കുഞ്ഞിനെ ദൈവം വധിക്കുമെന്ന് ദൈവം അറിയിച്ചപ്പോൾ ആ മനുഷ്യൻ, ആ പിതാവ്, ആ ദാവീദ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. തൻ്റെ മകന് രോഗം വന്നപ്പോൾ 7 ദിവസം ഉപവസിച്ച് തറയിൽ കിടന്ന് കരഞ്ഞവൻ പ്രാർത്ഥിച്ചു. എന്ന ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടില്ല. 7-ാം ദിവസം ദൈവം ആ കുഞ്ഞിനെ എടുത്തു. അപ്പോൾ ദാവീദിൻ്റെ പ്രതികരണം എന്തായിരുന്നു? അവൻ കുളിച്ചു, എന്നിട്ട് ദേവാലയത്തിൽ പോയി ആരാധന നടത്തി തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ചു. ദൈവത്തോട് അവൻ മറുതലിച്ചില്ല. ദൈവം തൻ്റെ പ്രാർത്ഥന കേൾക്കാത്തതിന് പേരിൽ അവൻ ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല. അത് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് പിന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായി.
ദൈവത്തിൻ്റെ ഹൃദയത്തിനടങ്ങിയ മനുഷ്യനായിട്ട് ദാവീദ് മാറിയത് ഇങ്ങനെയാണ്. ചില നേരങ്ങളിൽ നാം പലതും ആഗ്രഹിക്കും. നാം ആഗ്രഹിക്കുന്നത് ദൈവം നിവൃത്തീകരിച്ച് തരണമെന്ന് നാം ഒരുപാട് ആഗ്രഹിക്കരുത്. ചിലപ്പോൾ നാം പ്രാർത്ഥിക്കും, നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് നാം വാശി പിടിക്കരുത്. കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം തരുന്ന കൃപയെ തിരിച്ചറിയുക. പൗലോസ് അപ്പോസ്തലൻ അവൻ്റെ മുള്ളെടുത്ത് മാറ്റാൻ പ്രാർത്ഥിച്ചു. കേട്ടില്ല ദൈവം. പക്ഷെ ദൈവം പറഞ്ഞു, മുള്ളവിടെ ഇരുന്ന് കൊള്ളട്ടെ, നിനക്കെൻ്റെ കൃപ മതി. അതെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുടെ മുറിവുണ്ടാകും. പരിഭവപ്പെടേണ്ട. ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അതെ, പ്രാർത്ഥനകൾ നിരസിക്കപ്പെടുമ്പോൾ, നമ്മുടെ അപേക്ഷകൾ തിരസ്കരിക്കപ്പെടുമ്പോൾ ഓർക്കുക, ദൈവം കാത്തുവെച്ചിരിക്കുന്ന നിരന്തരമായ നിത്യതയുടെ ബന്ധം, ആ കൃപ, അത് ചോർന്നു പോകാതിരിക്കാൻ നമുക്ക് യത്നിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.